നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതൊരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ. എന്താണ് ഊത്? കഴിഞ്ഞ ദിവസം നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവാം, ഫേസ്ബുക്കിലായിട്ടും അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ആയിട്ട് ഊതിന്റെ വില പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ. 17 കോടി രൂപയാണ് ഒരു ചെറിയൊരു പീസിന്റെ വില എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. അതിലെന്താണ് സത്യം, എന്താണ് ഇതിന്റെ ഉപയോഗം, ഇതാരാണ് വാങ്ങുന്നത്, ഇതെല്ലാം സത്യമാണോ എന്നുള്ളൊരു വീഡിയോ ആണ്. ഇത് പൊളി. ആ സാധനം കയ്യിലെടുത്ത് പിടിച്ച് ചെയ്താൽ പൊളിക്കും. സാധനം തിരിച്ച് കൂട്ടി കയറ്റിയേക്കുവാണ്. 17 കോടി വില വരുന്ന ഊതിന്റെ പീസാണിത്. ഞാനിപ്പോൾ ഉള്ളത് ദുബായിൽ റിയൽ ഊത് കിട്ടുന്ന, അത് പ്രത്യേകിച്ച് മലയാളി സെയിൽ ചെയ്യുന്നതാണ് ഊത്. നമ്മുടെ നാട്ടിലേക്ക് ഞാനൊക്കെ കഴിഞ്ഞ ഇടയ്ക്കാണ് ഈ ഊതിനെ കുറിച്ച് കേട്ടത്. അപ്പൊ ഇവിടെ എത്ര മില്യൺ യൂറോയുടെ, യൂറോ അല്ല, ദിറംസിന്റെ സാധനം ടോട്ടൽ ഇതിനകത്ത് ഈ ഷോപ്പിൽ ഇത് ഏകദേശം 100 മില്യൺ അടുത്തുണ്ടാവും മൊത്തത്തിൽ. ആണല്ലേ? ഏകദേശം 100 മില്യൺ സാധനം ഉണ്ടാവും. ഞാൻ ഇത് വന്നപ്പോൾ കാണുന്ന വെച്ച് കഴിഞ്ഞാൽ ഇതിനൊരു ഷട്ടറോ അല്ലെങ്കിൽ അടച്ചുറപ്പോ ഒന്നും കാണുന്നില്ല. അതാണ് ദുബായ്. ദുബായിലായത് കിട്ടത്തുള്ളൂ. നിങ്ങൾ വേറെ ഏത് രാജ്യത്ത് പോയി കഴിഞ്ഞാൽ ഷോപ്പും ഉണ്ടാവില്ല, ഞങ്ങളും ഉണ്ടാവില്ല, എല്ലാം കാലിയായിരിക്കും. ദുബായിന്റെ ഒരു പ്രത്യേകതയാണ്. എങ്ങനെയാണ് നിങ്ങൾ ഈ ബിസിനസ്സിലേക്ക് അതായത് ഇറങ്ങിത്തിരിക്കാനുള്ള കാരണം എങ്ങനെയാണ്? അത് ഞങ്ങളെ ബ്രദേഴ്സ് കൂടി തുടങ്ങിയതാണ്. ഓക്കെ, 5 പേരാണ്. അപ്പൊ എല്ലാവരും ഇത് തന്നെയാണ് ബിസിനസ്. എല്ലാവരും ബാക്കി എല്ലാവരും നാട്ടിലാണ്. നാട്ടിൽ കോഴിക്കോടും കൊച്ചി അതേപോലെ കുമളി അവിടെയൊക്കെ ഞങ്ങൾക്ക് സ്ഥാപനങ്ങളുണ്ട്. ആണല്ലേ? കേരളത്തില് ഒരുവിധം അറിവികൾ വരുന്ന സ്ഥലത്തൊക്കെ നമ്മുടെ സ്ഥാപനമാണ്. ഇവര് വില നോക്കത്തില്ല, ഇവര് നമ്മൾ പറയുന്ന വിലക്ക് സാധനം എടുത്തുകൊണ്ട് പോകും. ഇല്ല, ഓരോന്നിനും അവർക്ക് അറിയാം. കറക്റ്റ് പ്രോപ്പർ ആയിട്ട് അവർക്ക് സാധനത്തിന്റെ ക്വാളിറ്റി അറിയാൻ പറ്റും, അതേപോലെ സ്മെല്ലും അറിയാൻ പറ്റും, വിലയും അറിയാൻ പറ്റും. ഇവര് അത് മാത്രം ഉപയോഗിക്കുന്നവർ കറക്റ്റ് അറിയാൻ പറ്റും. പിന്നെ ഇതൊക്കെ വരുന്നതെന്ന് പറഞ്ഞാൽ ഏകദേശം കിലോന് 10,000 ദിറംസാണ് ഇതിന് വരുന്നത്. 10,000 ദിറംസ് ഇതിന് ഒരു കിലോന്. ഇത് നമ്മുടെ ഏറ്റവും കുറഞ്ഞ സാധനമാണ്. ഏകദേശം 5,000 ദിറംസ് വരും. 5,000 കിലോയ്ക്ക്. ഏകദേശം ഇവിടുന്ന് അവിടം വരെ 500 കിലോന്റെ അടുത്ത് സാധനമുണ്ട്. ഏകദേശം ഒരു ഏറ്റവും കുറച്ച് പറയുകയാണെങ്കിൽ തന്നെ 50 മില്യൺ ദിറംസിന് മേലെ ഇവിടെ ആറ്റം വരെ ഉണ്ട്. അത് ശരിക്കും കാണിച്ചുതരാം. ഇവരെങ്ങനെയാണ് ഉപയോഗിക്കുന്നത്? ജസ്റ്റ് ഇത് ഈ പീസ് എടുത്തിട്ട് ചാർക്കോളിലേക്ക് വെക്കും, ഈ കരിയിൽ വെച്ചിട്ട് പോയിക്കും. വീട് പോയിക്കും. കന്തൂറായി ഡ്രസ് ഉണ്ടല്ലോ, അവരുടെ ഡ്രസ്സിന് പോയി കഴിയുമ്പോഴോ ഭയങ്കര സ്മെല്ലുണ്ടോ? ഇതാണ് നമ്മളാണ് അതിന്റെ ഒരു, നിങ്ങളാണ് ഈ സാധനം മണപ്പിക്കുന്ന മൊത്തം മണപ്പിക്കുന്ന ആള് നിങ്ങളാണ്. നിങ്ങൾ സാധാരണക്കാരല്ല കേട്ടോ. അല്ലല്ല, ഈ സാധനം ഇതിങ്ങനെ വെക്കും. ഇത് റിയൽ ആണെന്ന് എങ്ങനെ അറിയാം? ഈ സാധനം സ്മെല് ചെയ്യുമ്പോൾ തന്നെ ഫീൽ ചെയ്യും. ഇത് അറിയുന്ന ആൾക്കാർക്ക് സ്പോട്ടിൽ മനസ്സിലാവും. അതായത് ഞങ്ങൾ ഇതിന്റെ പുക അടിച്ചു കഴിഞ്ഞപ്പം നമ്മുടെ കണ്ണിൽ കൂടെ വെള്ളം വന്നില്ല. അത് വെറുതെ പറഞ്ഞു. അതെന്ന് പറഞ്ഞാല് നമ്മുടെ നാട്ടില് ഒരു ചെറിയൊരു സിസ്റ്റം ഉണ്ട്. ഈ സൂപ്പർ ഗ്ലൂ എന്ന് പറയുന്ന സാധനം ഉണ്ട്. അതിനകത്ത് ഒട്ടിച്ച് വെക്കും മാത്രമേ ഈ കണ്ണിന് വെള്ളം വരത്തുള്ളൂ. റിയൽ ഊത് ഒരിക്കലും ഇത് വരത്തില്ല. ഇല്ല. അത് ആൾക്കാരെ തെറ്റിദ്ധാരണയാണ്, കണ്ണിന് വെള്ളം വരുന്നത്. സൂപ്പർ ഗ്ലൂ ഈ അവിടുന്ന് നമ്മുടെ ഈ കാട്ടിൽ നിന്ന് ഈ ക്ലീൻ ചെയ്യുന്ന സമയത്ത് അവര് ഈ സൂപ്പർ ഗ്ലൂ വെച്ചിട്ട് ഇത് ക്ലോസ് ഒട്ടിക്കും. ഈ പൊട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ അപ്പൊ ആ പീസ് നമുക്ക് കിട്ടുന്ന സമയത്ത് കണ്ടുവരും. അല്ലാതെ നിങ്ങള് ഇപ്പൊ സ്മെല്ല് നോക്കി, ഇതാണ് റിയൽ ഊത്. ഇത് ഒരു ഇതും ഉണ്ടാവത്തില്ല. അത്രയും നാച്ചുറൽ ഫീലിംഗ് ആയിരിക്കും. ആണല്ലേ? പിന്നെ സയന്റിഫിക് ആയിട്ടും ഇതിൽ കുറെ കാര്യങ്ങളുണ്ട് ഇതിനകത്ത്. ആണല്ലേ? അതുപോലെ ഇവിടെ വേറൊരു ഊതിരിപ്പുണ്ട്, പക്ഷെ അത് കൊടുക്കാനുള്ളതല്ല. ഇല്ല, അത് നിങ്ങളിപ്പോ ഒരു 10 മില്യൺ ദിറംസ് പറഞ്ഞാലും ഞങ്ങൾ കൊടുക്കത്തില്ല. ഇതാണ് ഇത് ചില്ലിനടുത്ത് വെച്ചേക്കാണ്. പക്ഷെ ആക്ച്വൽ പ്രൈസ്, ഇതിന്റെ വില വരുന്നത് ആക്ച്വൽ പ്രൈസ് ആണ് $2 മില്യൺ. ആക്ച്വൽ പ്രൈസ്. പക്ഷെ ഇത് മോഹവിലയാണ്. ഇത് 10 മില്യണും എത്ര വേണമെങ്കിലും പോവാ ഇതിന്റെ ശരിക്കുള്ള റിയൽ ആയിട്ട്. കൊടുക്കാൻ വേണ്ടി വെച്ചേക്കുന്നില്ല. ഇല്ല, ഇത് കൊടുക്കത്തില്ല. ഇത് ഞങ്ങളൊരു റെയർ പീസാണ്, അതുകൊണ്ട് ഞാനിത് വളരെ സൂക്ഷിച്ചു. അതായത് ചില വണ്ടിപ്രാന്തന്മാരുണ്ട്, അതുപോലെ തന്നെ ഞങ്ങളുടെ ബിസിനസ് ഊതാണല്ലോ. അപ്പൊ അതിലൊരു പ്രത്യേകത ഉള്ള ഒരു സാധനം കൈ കിട്ടിയാൽ ആരെങ്കിലും വിടും. ഒരു ഐശ്വര്യം അല്ലെ? ചിലർക്ക് ഓരോ സാധനത്തിനുണ്ടല്ലോ. ചില വണ്ടി കിട്ടിക്കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഐശ്വര്യം വരുന്ന പോലെ. ഓക്കെ, കൊള്ളാം, അടിപൊളി. അതുകൊണ്ട് ചിന്തിച്ചിട്ടില്ല ഇത്രയും വലിയ സാധനമൊക്കെ അല്ലേ. ഇത് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ട് കൊടുത്തില്ല, പൈസ അല്ല. പക്ഷെ പൈസ പിന്നെ ഉണ്ടാക്കാൻ പറ്റും. ഇങ്ങനെ ഒരു പീസ് ഉണ്ടാക്കണേ കുറച്ച് പണിയാണ്. കിട്ടുന്ന ഇങ്ങനെയൊക്കെ ഇതൊക്കെ നമുക്ക് അവൈലബിലിറ്റിയുള്ള സാധനങ്ങൾ കിട്ടും. ഇത്രയും റയർ ആയിട്ടുള്ള പീസ് നമുക്ക് കിട്ടത്തില്ല, അതുകൊണ്ടാണ് കൊടുക്കാത്തത്. അപ്പൊ നിങ്ങൾ ഇവിടെ ഒത്തിരി പേരുണ്ടോ സ്റ്റാഫ്? അതെ, നമ്മളിതെല്ലാം ഇവിടെ സ്റ്റാഫാണ്. ആണല്ലേ? അതെ, നമ്മുടെ ടീമാണ്. ഇത് ആസാമിലുള്ള ആളാണ്. ഇത് നമ്മുടെ നാട്ടിലെ തലശ്ശേരിയാണ്. ഇത് ഔറംഗസീബ്. മൂപ്പരെ പേര് നൗഫൽക്ക്. അത് ശരി. അപ്പോൾ ഈ സാധനം എവിടെ നിന്നാണ് കൊണ്ടുവരുന്നത്? മെയിൻ ആയിട്ട് ഇത് ഇന്ത്യന്റെ ആസാമിലാണ്. പിന്നെ നമുക്ക് ശ്രീലങ്കന്റെ സാധനം വരുന്നുണ്ട്, ഫിലിപ്പീൻസ് വരുന്നുണ്ട്, മലേഷ്യ വരുന്നുണ്ട്. ഓക്കെ. ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉള്ള ഏതാണ്? ഡിമാൻഡ് ഇന്ത്യയിലെ സാധനമാണ്. ഇന്ത്യയാണ്. അപ്പൊ ഇന്ത്യ പൊളിയാണ്. അതെ, ഇന്ത്യ നമുക്ക് അറിയപ്പെടായിട്ട് അതാണ് ഇന്ത്യന്റെ വാല്യൂ നമുക്ക് അറിയാത്തത്. അതായത് ഞാൻ വണ്ടിയിൽ പോന്നപ്പോൾ ഇങ്ങനെ പറയുകയും ചെയ്തത് ഊതിനെ കുറിച്ച് എങ്ങനെ ഒരു സംസാര വിഷയം ഉണ്ടായ സമയത്ത് അല്ലേ? പക്ഷെ അത് കാണാൻ പറ്റും, ഞാൻ വിശ്വസിച്ചില്ല. പിന്നെ ഇതിന്റെ ഓയിലും കൂടി ഞാൻ കാണിച്ചു. റിയൽ ഓയിൽ അല്ലേ?
ഇതിൽ നിന്ന് ശരിക്കും ഇത് വാറ്റിയെടുക്കുന്ന ഓയിലാണ് ഇതാണ് ഏറ്റവും ടോപ്പ് ഓയിൽ. ഇവിടെ ഇപ്പൊ ഉള്ളതിൽ ഏറ്റവും വില കൂടിയ ഓയിൽ ഇതാണ്. ഇത് പെർ ബോട്ടില് നമ്മുടെ ബോട്ടിൽ ഞാൻ കാണിച്ചത്. ഈ ബോട്ടിലിന് 8,000 dirhams ആണ് ഇതിന് വരുന്നത്. 8,000 dirhams ഇതിന്റെ വില ഈ ബോട്ടിൽ. അപ്പൊ ഇവര് മിക്സ് ചെയ്യും? ഒന്നുമില്ല, ജസ്റ്റ് ഇത് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാം, ബോഡിക്ക് അപ്ലൈ ചെയ്യാം, ഡ്രസ്സിൽ അപ്ലൈ ചെയ്യാം. ഓക്കെ. എല്ലാം വില കൂടിയ സാധനങ്ങളല്ല കേട്ടോ ഇവിടെ ഉള്ളെല്ലാം. അത് ഒരിക്കലും ഇതെല്ലാം വില കൂടിയതാണോ? എല്ലാം വില കൂടിയല്ല, ഇത് വില കൂടിയ സാധനങ്ങൾ ഇവിടെ ഉണ്ട്. പിന്നെ ഇതെന്നൊക്കെ പറഞ്ഞാല് വില കുറഞ്ഞ 10,000 dirhams 5,000 dirhams പെർ കെ ജി. ഇത് കുറച്ച് VIPs മാത്രം കിലോ എടുക്കും. അല്ലാത്ത ആൾക്കാർ ആവശ്യമുള്ള യൂസ് ചെയ്യാൻ വേണ്ടി മാത്രം എടുക്കത്തുള്ളൂ. 500 dirhams 1000 dirhamsനൊക്കെ എല്ലാവരും അല്ല. അത് പിന്നെ ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ ആൾക്കാർ കിലോ ആയിട്ട് വാങ്ങിച്ചുകൊണ്ട് പോകും. ഓക്കെ. ഇപ്പൊ ഇത് ആളുകൾക്ക് ചിലപ്പോൾ പലർക്ക് സംശയം ഉണ്ടാവും, ഇത് നമ്മൾ നുണ പറയുന്നതാണോ അല്ലെങ്കിൽ നിങ്ങൾ നുണ പറയുന്നതാണോ എന്നുള്ള സംശയങ്ങളുണ്ടാവും. അപ്പൊ നിങ്ങളുടെ ഷോപ്പ് എവിടെയാണ്? ഇത് ഗ്ലോബൽ, ഇപ്പൊ ഈ ഷോപ്പ് കിടക്കുന്നത് ഗ്ലോബൽ വില്ലേജിൽ ഇന്ത്യൻ പവലിയനിൽ, ഷോപ്പ് നമ്പർ 39. അപ്പൊ ആർക്കെങ്കിലും ഇതൊന്ന് കാണാൻ വിസിറ്റ് ചെയ്യാനൊക്കെ താല്പര്യമുണ്ടെങ്കിൽ മലയാളിയാണ്, അതൊന്ന് കാണുക അല്ലെ, ഇതിന്റെ വിശേഷങ്ങളൊക്കെ അറിയാന്ന് പറയാൻ നല്ല കാര്യമല്ലേ? അല്ല, ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. കാരണം ഞാൻ കണ്ടപ്പോൾ തന്നെ എനിക്കൊരു ഭയങ്കര ഒരു ഇത് തോന്നി, ഒരു കൗതുകം തോന്നി. ഇതൊന്നും ഞാൻ നേരിട്ട് കണ്ടിട്ട് ഇത് അറിഞ്ഞിട്ടാത്ത സംഭവമാണ്. അപ്പൊ അതുകൊണ്ടാണ് വീഡിയോ ആക്കാന്ന് വെച്ചത്. അപ്പൊ ഇതാണ് ഷോപ്പ് നമ്പർ. ഇതാണ് നാട്ടിലെവിടെ വീട്? നാട്ടിൽ തലശ്ശേരി. പേര്? നൗഷാദ്. ഓക്കെ, അടിപൊളി. പരിചയപ്പെട്ടതിന് വളരെ സന്തോഷം. നിങ്ങളെയും കാണാൻ പറ്റിയല്ലോ. അപ്പൊ നിങ്ങൾ ഫിൻലൻഡിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ട്രാവലിംഗ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നമുക്ക് കാണാം. സന്തോഷം ഇത്ര വിശേഷങ്ങളൊക്കെ പങ്കുവച്ചതിന് കേട്ടോ. താങ്ക് യു.